ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചക്കപ്പുട്ടാണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിരട്ടയുടെ അകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറേ ചക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് ചക്കപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ പ്ലാവിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല മധുരമുള്ള ചക്കയാണേ. ഇതിൻ്റെ ഇത് കണ്ട ഒരു ഓറഞ്ച് നിറമാണത്. ഇപ്പോൾ എത്ര വെള്ളം കയറിയാലും ശരി ഒരു വെള്ളച്ചൊവയൊന്നും ഇല്ലാത്തൊരു അടിപൊളി നല്ലൊരു ചക്കയാണ്. ഇപ്പം ഇത്ര മഴയൊക്കെ പെയ്തിട്ടും അതിനൊരു വെള്ളച്ചൊവയൊന്നും ഇല്ലാത്തൊരിതാണ്. അപ്പം ഇവിടെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി വെച്ചിട്ടുണ്ട് സൈഡിൽ തടപ്പിൽ. പിന്നെ അപ്പോൾ ഒരു ഇതിൽ ഞാൻ രസം വെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് സൈസിൽ രസമായിരിക്കും വെക്കുന്നത് അല്ലേ. അപ്പം ഞാൻ വെക്കുന്ന രസം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഇതിടും, എന്താ പറയുക, ഉലുവയും. ഇതിപ്പോൾ ഞാനിട്ട ജീരകത്തിൻ്റെ പൊടിയാണേ. അപ്പോൾ ഉലുവ ഞാൻ ചതച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. അതെല്ലാം കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇടും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെന്താ ഇത്ര ഇട്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ അപ്പം ജീരകവും ഇതും പറഞ്ഞല്ലോ ഞാൻ, ഉലുവയും. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. വഴറ്റി കൊടുത്തിട്ട് അതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പം നമ്മുടെ കായപ്പൊടി ഇടും, മല്ലിച്ചീര ഇടും. ഇതാണ് എൻ്റെ രസം. അതാ ഞാൻ പറഞ്ഞ, പലർക്കും പലതരത്തിലാണ് രസം ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്തൊന്നും ഉലുവയൊന്നും ഇടത്തില്ല, ജീരകത്തിൻ്റെ ഇതിടും. എറണാകുളത്തൊന്നും ഞങ്ങൾ ജീരകമൊന്നും ചേർക്കത്തില്ല. ഇപ്പം ഇവിടെ വന്നാണ് ഞാൻ ജീരകമൊക്കെ ചേർക്കാൻ തുടങ്ങിയത് രസത്തിൽ. അപ്പോൾ നല്ലതായിട്ടൊന്നും നമ്മുടെ തക്കാളിയൊക്കെ വഴറ്റി വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഇച്ചിരി പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ രാവിലെ പുട്ടിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ രസവും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് പിന്നെ ലഞ്ചിന് കറിയൊക്കെ ഇട്ടേക്കുന്നത് കൂന്തളും കക്കയിറച്ചിയാണ്. അപ്പോൾ രണ്ടും നല്ല എളുപ്പമുള്ള പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പണിയൊക്കെ തീർത്ത് വെക്കണേണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് പണി എന്തെങ്കിലും കഴിയും. അതുപോലെ തന്നെ വൈകിട്ട് ചേട്ടൻ ഇതൊക്കെ കൊണ്ടുവന്നു, മീനൊക്കെ. അപ്പം ഇന്നലെ വൈകിട്ട് തന്നെ വെക്കാനുള്ള സമയം കിട്ടിയില്ല, വെട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനേ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രസത്തിൻ്റെ ഇത് അങ്ങോട്ട് ആദ്യം തന്നെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല വെയിലുമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തുണിയൊക്കെ വിരിക്കണം. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചാലേ നമുക്കങ്ങനെ എല്ലാത്തിനും നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചക്ക കൊണ്ട് സാധാരണ വെറുതെ പുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ചക്ക വെറുതെ ഞാൻ കൂടെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് ചക്കപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ ഈ ചക്ക കൊണ്ട് ഇങ്ങനെ ചെയ്യാമല്ലോ. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുവേ എപ്പോഴും ചക്കപ്പുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത്തപ്പഴമാണെങ്കിലും ഇങ്ങനെ അരിഞ്ഞിട്ട് പുട്ടുണ്ടാക്കും. പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. എനിക്കിങ്ങനെ സെപ്പറേറ്റ് ചക്ക കൂട്ടി തിന്നണം ഇഷ്ടം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇപ്പോൾ വഴറ്റിയ സ്ഥിതിക്ക് പിന്നെ ഒന്ന് തിളച്ചാൽ മതി. വലിയതായിട്ട് പിന്നെ വേകേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും രസത്തിന് മല്ലിച്ചീര ഇട്ടാലേ ഉള്ളൂ കേട്ടോ ഒരു ടേസ്റ്റുള്ളൂ. അതുകൊണ്ട് മല്ലിച്ചീര എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വേപ്പില. രസത്തിന് ഇത് മസ്റ്റാണ് എന്തായാലും.
അപ്പോൾ ഇത് നമ്മുടെ രസമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ മല്ലിച്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രസത്തിൻ്റെ അതിൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടോ. അതിന് ശേഷമാണ് ഞാൻ കക്ക ഇറച്ചി കൂന്തളും ക്ലീനൊക്കെ ആക്കാൻ നിന്നത്. അതേ കൂന്തൽ നന്നാക്കാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ കണ്ടോ. ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഇവിടെ തൊലിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അങ്ങ് പൊളിച്ച് കളയണേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ബ്ലേഡ് പോലൊരു സാധനമുണ്ട്, അതങ്ങോട്ട് കളയണം. അങ്ങനെ നമുക്കെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ എപ്പോഴും വലിയ കൂന്തൽ തന്നെ നല്ലത്. ചെറുത് മേടിച്ചാൽ ഭയങ്കര പാടാണ്. പിന്നോട്ട് അതിൻ്റെ മാംസം ഭയങ്കര ഇതായിട്ട് ഇരിക്കുള്ളൂ. ഇതാവും കട്ടിയുള്ള മേടിക്കണം എപ്പോഴും നല്ലത് കൂന്തൽ. ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാവും വേണ്ട, അത് നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ഈ തലഭാഗമില്ലേ അത് കുറച്ചെടുക്കുവേ. അത് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വെട്ടി അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ എടുത്ത് കളയണം. അപ്പം ഇപ്പം ഇവിടെ കുറേ ദിവസമായി കൂന്തൽ കിട്ടിയിട്ട്. ഇത് നല്ല കട്ടിയുള്ള കൂന്തലാണ്. മറ്റതിങ്ങനെ കരിക്ക് പോലെ അത്ര ഇതായിരിക്കും. അതാകുമ്പോൾ വെന്ത് വരുമ്പോഴേ ഒരു ഇത് കിട്ടത്തില്ല, ഒന്നും കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഒരു വിൻസ് പോലൊരു സാധനമുണ്ട്. ഇത് കണ്ട ഇങ്ങനെ, അതൊന്നും കളയില്ലേ, തൊലിയാണ് ശരിക്കും കളയേണ്ടത്. തൊലി നന്നായിട്ട് കളഞ്ഞെല്ലാം കഴുകിയെടുക്കുക. താഴോട്ടിറങ്ങടാ, താഴോട്ടിറങ്ങാൻ. കാത്തു ഇവനെ പിടിച്ചോണ്ട് പോയേ. അടി വേണോ? അപ്പം തരാൻ നിനക്കടി. അവന് മീൻ്റെ തലയൊക്കെ വേറെ എക്സ്ട്രാ ഒക്കെ മേടിച്ചു കൊടുത്താണ്. അപ്പം ഇനി ഞാനിതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം എങ്ങനെ മുറിക്കണേന്നൊക്കെ. അപ്പം നമുക്കിത് മുറിക്കണത് നമ്മളത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ മുറിക്കാനായിട്ട് നമ്മൾ റൗണ്ടായിട്ടാണ് മുറിക്കണം. ഓരോരുത്തർക്കും ഓരോ സൗകര്യം. ചിലവരിത് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ഒരു എന്താ പറയുക ഷീറ്റ് പോലെ ആക്കും. എന്നിട്ട് അത്
സ്ക്വയർ ചെയ്ത് മുറിക്കും. ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മുറിക്കുക. പിന്നെ ഇത് പല സൈസിൽ വെക്കും കേട്ടോ. ഇത്തിരിയും കൂടി ചെറിയ കൂന്തളാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ വലുതല്ല എടുത്തേക്കണം. അതായത് ഇത് ഇത്രയുള്ള കൊച്ചു കൂന്തളുണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫില്ലിങ്ങായിട്ട് ചെമ്മീനില്ലേ, ചെമ്മീൻ വെച്ച് കൊടുക്കും അതിൻ്റെ അകത്ത്. എന്നിട്ട് മുകളിൽ നമുക്ക് ഈ മൈദയുടെ ഇതുകൊണ്ട് മൂടി ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് വലുത് മേടിച്ചാൽ നന്നാക്കാനും എളുപ്പമുണ്ട്. പിന്നെ മറ്റത് ഞാൻ പറഞ്ഞില്ല, കരിക്കിൻ്റെ അതുപോലെ ആയിപ്പോവും, അത്ര നേരിയതായിപ്പോവും. മാക്സിമം നമ്മൾ വലുത് തന്നെ മേടിക്കുക. പണ്ടൊന്നും ഇതങ്ങനെ കോട്ടയത്ത് കാണത്തില്ലായിരുന്നു. ഇപ്പം പക്ഷെ എപ്പോഴും മാർക്കറ്റിലും ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് വെക്കുന്നില്ലേ, ഇന്ന് നമുക്ക് കക്കയിറച്ചിയാണ് വെക്കുന്നത്. എന്നപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അന്നെടുത്തിട്ട് ക്ലീൻ ചെയ്യാനും പിന്നെ ഐസ് പോകാനും ഒക്കെ നിൽക്കുന്നു. നമ്മുടെ സമയം മുഴുവൻ പോക്കാം. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് കഴുകും കേട്ടോ. കഴുകി നമ്മൾ ഫ്രീസറിലോട്ട് വെക്കും. അതെ, ഇതാണ് നമ്മുടെ കഴുകിയെടുത്തത് കണ്ടോ. അപ്പോൾ അതേ നമ്മൾ കക്കയിറച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് സവാള, എന്നിട്ട് നമ്മളൊന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ കക്കയിറച്ചിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കേ. പിന്നെ മസാലയൊക്കെ നമ്മളൊന്ന് ഫ്രൈ ആയിട്ടേ ചേർക്കത്തുള്ളൂ. ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ. അത് ചെറിയ തീയിൽ അവിടെ ഇരുന്നാവട്ടെ. അടുത്ത് നമ്മുടെ മെഴുക്ക് വരട്ടി വെക്കുന്നത് പീച്ചിങ്ങയാണ്. അത് നമുക്ക് രസവും കക്കയിറച്ചി പീച്ചിങ്ങയാണ്. കൂന്തളൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഇഞ്ചിക്കറി വെക്കണമെന്നുണ്ട്, സമയം പോലെ. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് പീച്ചിങ്ങ.
അപ്പോൾ നമ്മൾ പീച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി ഞാൻ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, മൂത്തൊക്കെ വന്നതിന് ശേഷം നമ്മുടെ പീച്ചിങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒട്ടും വെള്ളം ചേർക്കരുത്, അതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്തരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടി വെച്ച് കഴിഞ്ഞത് വെന്ത് കഴിഞ്ഞത് കാണത്തില്ല, അത്തങ്ങ് ചുരുങ്ങിയങ്ങ് പോവും. അതാണ് പീച്ചിങ്ങയുടെ ഒരു. നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി നേരത്തെ സവാള, ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് വേപ്പരയും കൂടിയിട്ട് വെറുതെ ഒന്ന് ഇനിയാണ് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മസാല ഇട്ട് കൊടുക്കാമേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. നമ്മൾ നേരത്തെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ, കുരുമുളക് പൊടി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരം. ഇതെല്ലാം കൂടി നമുക്ക് അതിലോട്ട് ഇട്ടു. ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ഇട്ടിട്ട്, ഞാനിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്, അതാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് മരിച്ചെടുക്കാം. പാൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്നും മസാല കരിഞ്ഞങ്ങ് ഇതായിപ്പോവും. അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം.